രണ്ടാം ലോകമഹാ യുദ്ധ കാലഘട്ടം. ലോകത്തിൽ വലിയ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചി, വിധവയായ ഒരമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. അമ്മച്ചിക്ക് ആരുമില്ല, വാർദ്ധക്യം ചെന്ന വൃദ്ധയായ അമ്മച്ചി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ സംഭവം അവിടെ നടക്കുകയാണ്. ഈ അമ്മച്ചിയുടെ വീടിൻ്റെ വാതിലിനടുത്തുള്ള ജനലിൻ്റെ അവിടെ വന്ന് അതിമനോഹരമായ, അതിസുന്ദരനായ, വളരെ അട്രാക്ഷൻ ഉള്ളതായ ഒരു പക്ഷി വന്ന് വ്യത്യസ്ത സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ അമ്മച്ചിയുടെ ജനലുകളിൽ വന്ന് ആഞ്ഞാഞ്ഞ് കൊത്തുകയും ഇടിക്കുകയുമാണ്. പക്ഷെ ഒരു ദൈവദൂതൻ പക്ഷിയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. ഒരു ദൈവദൂതൻ പക്ഷിയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ അമ്മച്ചി ഒത്തിരി നേരം ഇത് കൊത്തിക്കൊണ്ടും വ്യത്യസ്തമായ ആരോ അതിൻ്റെ പുറകിൽ ഇങ്ങനെ അട്രാക്റ്റീവായ ഒരാൾ നിൽക്കുന്നതായും അമ്മച്ചിക്ക് കാണാനായിട്ട് സാധിച്ചു. അമ്മച്ചി പതുക്കെ ആ കതക് തുറന്നിട്ട് ഈ പക്ഷിയുടെ അടുക്കളേക്ക് അതിനെ പിടിക്കാമെന്ന് വിചാരിച്ച് പതുക്കെ എന്ത് ചെയ്യുക, നടന്ന് അടുക്കുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ട് അമ്മച്ചി പിടിക്കാൻ കഴിയാത്ത പോലെ അത് മുന്നോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി ആ പക്ഷിയുടെ പുറകെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ആ വളരെ അതിമനോഹരമായ, എന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അദൃശ്യമായ സൗന്ദര്യമുള്ളതായ ഒരു പക്ഷിയാണ്. അമ്മച്ചി ആ വീട്ടിൽ നിന്ന് വളരെ ആ പക്ഷിയുടെ പുറകെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബോംബിട്ട് അമ്മച്ചിയുടെ വീട് തകർന്നു. പക്ഷെ അമ്മച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ? കാരണം അമ്മച്ചി അവിടെ നിന്ന് പുറത്തു പോയി. കണ്ടോ, എല്ലാവരും പറയുന്നില്ല എന്ന്. അമ്മച്ചി അവിടുന്ന് രക്ഷപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ അമ്മച്ചി ആ വീട്ടിനകത്തുണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിച്ചേനെ? അമ്മച്ചി മരിച്ചു പോയേനെ. പക്ഷെ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിക്ക് വേണ്ടി ദൈവം പക്ഷിയുടെ രൂപത്തിൽ ഒരു മാലാഹായെ, ഒരു ദൈവദൂതനെ പക്ഷിയുടെ രൂപത്തിൽ അയച്ച് ദൈവം അമ്മച്ചിയെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തരും. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ വഴികൾ തുറന്നു തരും. അതാണ് ഏലിയാവിനെ പറ്റി നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഏലിയാവിനെ ദൈവം കെരീത്ത് തോട്ടിനരികെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. രാജാവിനോട് ദൈവത്തിന്റെ ആലോചന പറഞ്ഞ ഏലിയ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി രാജാവ് ഗൂഢാലോചന ഒരുക്കുന്നുണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായി. ദൈവം പറഞ്ഞു, നീ ഇവന്റെ മുമ്പിൽ നിന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. നീ എവിടെ പോയിരിക്കണമെന്നറിയാമോ? യോർദാന് കിഴക്കുള്ള, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്, കെരീത്ത് തോട്ടിനരികെ എന്ത് ചെയ്യും? ഒളിച്ചിരിക്കണം. ഇന്നത്തെ തോട് പോലല്ല. ഇന്നത്തെ തോട്ടിലിറങ്ങി കുളിക്കാൻ പോലും ഒക്കത്തില്ല, ആറ്റിലിറങ്ങി കുളിക്കാനൊക്കത്തില്ല. കാരണം മുഴുവൻ മാലിന്യങ്ങളാ. മനുഷ്യൻ മാലിന്യം മുഴുവൻ വലിച്ചെറിയുന്നത് ആറ്റിലും തോട്ടിലുമാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അന്നത്തെ ഏലിയാവിന് ദൈവം കാണിച്ചു കൊടുത്ത അരുവി എന്ന് പറയുന്ന ആ ശുദ്ധജലം കുടിച്ചാൽ മതി, സകല ക്ഷീണവും മാറുന്ന ഏറ്റവും മനോഹരമായ അരുവിയിലേക്കാണ് ദൈവം തന്റെ ദാസനെ, ദൈവം തന്റെ പൈതലിനെ അയക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവം എന്ത് പറഞ്ഞു? നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ കാക്കയോട്
നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ കാക്ക പോലല്ല ഇസ്രായേലിലെ കാക്ക. ഇസ്രായേലിലെ കാക്ക വളരെ മനോഹരമായ കാക്കയാണ്. ഇന്നലെ ഞാൻ ഇസ്രായേലിലെ കാക്ക ഇന്റർനെറ്റിനകത്തൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു. അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് പക്ഷികളെ കുറിച്ച് പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. സ്തോത്രം. ഇസ്രായേലിലെ കാക്കയുടെ തലയിൽ നല്ല കറുപ്പും ദേഹം മുഴുവൻ എന്തുവാ നല്ല ചാര നിറവും ഇടയ്ക്ക് വെളുപ്പും ഒക്കെ ഉണ്ട്. നല്ല രസമുള്ള കാക്കയാ. അല്ലാതെ നമ്മൾ ചെറിയ കാക്കയൊന്നുമല്ല, നല്ല ആരോഗ്യ ദൃഢഗാത്രരായ കാക്കകളാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ പൊക്കിക്കൊണ്ടുപോകാൻ കരുത്തുള്ള കാക്കകളാണ്. അത്ര ശക്തരായ കാക്കകൾ. ആ കാക്കയാണ് ദൈവദാസനായ ഏലിയാവിനെ അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുത്തത്. അരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, അരുമേനിക്കില്ലെന്നോ ഞാൻ മാനസത്തിൽ ആദി പൂണ്ടു കേദിപ്പ സാധു അന്ധനായി ദൈവമേ സാധു അന്ധനായി എന്റെ ദൈവം മഹത്വത്തിൽ ആഗ്രഹവാനായി ജീവിക്കുമ്പോൾ വൈഷമ്യമുള്ളേതൊന്നും കരാകേറി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോ എന്റെ ദൈവം മഹത്വത്തിൽ പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യം വായിച്ചു. പെട്ടെന്ന് എടുക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടു എന്തൊടുക്കും എന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത്. നിർത്തി വായിക്കണം കേട്ടോ. എന്താണെന്നറിയാമോ? എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്ത് ജീവനെ ആയിക്കൊണ്ടും എന്ത് ചെയ്യരുത്, നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നവർക്ക് അവരുടെ നീളത്തോടെ ഒരു മുഴം കൂട്ടാൻ സാധിക്കത്തില്ല. നമ്മൾ ശ്രദ്ധിച്ചോണം. നമുക്ക് ഈ ഡിപ്രഷൻസ് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ഈ മനപ്രയാസം. പല രോഗങ്ങളും ഈ മനപ്രയാസത്തിൽ നിന്നാണ്. പല രോഗങ്ങളും എവിടെ നിന്ന് കിട്ടുന്നതാണ്? മനപ്രയാസം. വല്ലാത്ത ടെൻഷൻ വിട്ടുകളാണ്. സ്തോത്രം. ആരോടോ കർത്താവ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ വല്ലാത്ത ടെൻഷൻ വിട്ടുകളാണ്, വല്ലാത്ത മനപ്രയാസം വിട്ടുകളാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ ഭാരം ചുമ്മിക്കൊണ്ടാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. സ്തോത്രം. ആ ഭാരം നീ ഒന്ന് എടുത്ത് തൂരോട്ട് കളാ. സ്തോത്രം. യേശുവിന്റെ കൈകളിലോട്ട് നിന്റെ ഭാരം വെച്ചു കൊടുക്കുക. നിന്റെ ഭാരം
യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുവീൻ, അവൻ നിങ്ങളെ പുലർത്തും. സ്തോത്രം. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുവീൻ, അവൻ നിങ്ങളെ എന്ത് ചെയ്യും? പുലർത്തും. നിങ്ങളെ പുലർത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. സ്തോത്രം. ഞാൻ ദീർഘവർഷങ്ങളായി ദൈവത്തിന്റെ കൃപ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓരോ ദിവസവും ദൈവം നടത്തുന്ന അത്ഭുത വഴികൾ ഞാൻ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കാക്കകളെ വിചാരിപ്പിൻ, വിലയില്ല കൊയ്ത്തുമില്ല. കാക്കകളെ വിചാരിപ്പിൻ, വിലയില്ല കൊയ്ത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ട ദേകുന്നു. പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. വായിച്ചപ്പോഴേ എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും. ചിലർക്ക് വലിയ ഉടുപ്പിട്ടാലേ ശരിയാകത്തുള്ളൂ. ഭയങ്കര ഉടുപ്പ്. എടാ, നിനക്ക് ആരോഗ്യമില്ല, വലിയ ഉടുപ്പിട്ടിട്ട് എന്നാ കാര്യം? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നല്ല ആരോഗ്യത്തിനായിട്ട് നീ പ്രാർത്ഥിക്കുക. സ്തോത്രം. നല്ല സൗന്ദര്യത്തിനായിട്ട് നീ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞാൻ ഇന്നലെ കല്യാണത്തിന് പോലും പൗഡർ ഇട്ടിട്ടില്ല. ചുമ്മാ പറയുന്നല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു, വാച്ച് പോലും കെട്ടാറില്ല. എനിക്ക് ഒരു 10 വാച്ച് മേടിക്കാൻ കഴിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര വാച്ചുകൾ ഗിഫ്റ്റ് കിട്ടി. സ്തോത്രം. ഞാൻ സൗന്ദര്യമായിട്ടൊന്നും അണിയാറില്ല. സ്തോത്രം. ആഹാരത്തെക്കാൾ എന്തോ വായിച്ച് ആഹാരത്തെക്കാൾ ജീവൻ ദൈവം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ശരീരം, നല്ല ശരീരം ദൈവമേ, ആരോഗ്യമുള്ളൊരു ശരീരം എനിക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നല്ല ഉടുപ്പൊക്കെ മേടിച്ചിട്ടോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ, ഈ രോഗിയായിട്ട് 5 നില വീട്ടിൽ 2 നില വീട്ടിൽ ഉവാവ് പിടിച്ച് എഴുന്നേക്കാൻ വയ്യുന്നത് 5 നില വീട്ടിൽ കഴിഞ്ഞിട്ട് വല്ല കാര്യമാണ്? സ്തോത്രം. ഹല്ലേലൂയ. നീ രോഗിയായി മനോഹരമായ വീട്ടിൽ താമസിച്ചേക്കാൾ ഒരു ചെറ്റക്കുടിലിൽ ആരോഗ്യവാനായി കഴിയുന്നത് ഭാഗ്യം. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. രോഗിയായ ഒരു വീട്ടിൽ ഒരു മണിമാളിയിൽ കഴിയുന്നതിനേക്കാൾ ഒരു ചെറ്റക്കുടിലിൽ ആരോഗ്യത്തോടെ ദൈവത്തോടുകൂടെ വസിക്കുന്നതാണ് നിനക്ക് ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? കർത്താവ് ചോദിക്കുകയാണ്, ആകാശത്തിലെ പറവകളെക്കാൾ, ആമേൻ, പക്ഷികളെക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? കാരണം സൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യൻ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മുഴുവൻ പേരിട്ടത് ആരാ? ആദാമ. സ്തോത്രം. വായിച്ചേ. അത് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറയുകയാണ്, ആമി സ്തോത്രം, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോടെ 1 മുഴം കൂട്ടുവാൻ
നിങ്ങളിൽ ആർക്ക് കഴിയുമെന്നാണ് യേശു ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനാവശ്യമായുള്ള വിചാരങ്ങൾ, ടെൻഷൻസ്, നിരാശകൾ, ഭാരങ്ങൾ നിങ്ങൾ വിട്ടുകളാ. സ്തോത്രം. ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. അനാവശ്യമായി ടെൻഷൻ എടുക്കുന്ന ചിലരെ ദൈവാത്മാവ് കാണുന്നുണ്ട്. സ്തോത്രം. അത് വിട്ടുകളയാൻ കർത്താവ് നിങ്ങളോട് ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുക. അനാവശ്യമായ ദേഷ്യം, അരിശം, കോപം, വൈരാഗ്യം, പ്രതികാര ചിന്ത, ദുശ്ശീല ചിന്തകളെല്ലാം വിട്ടുകളയണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ നിങ്ങളിൽ ആരെ കൊണ്ടും കഴിയത്തില്ല. അതുകൊണ്ട് വിചാരങ്ങൾ വിട്ടുകളയുക. ഉടുപ്പിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും ലോകജ്ഞാനിയായ, ലോകം കണ്ട് ഏറ്റവും വലിയ ജ്ഞാനിയായ, ധനവാനായ ശലോമോൻ പോലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനാവശ്യമായ ടെൻഷൻസ് കളാം. നല്ലതായിട്ടൊന്ന് പൊട്ടിച്ചിരിച്ച്. അതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമെന്ന യേശു കർത്താവ് നമ്മോട് പറയുന്നത്. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. സ്തോത്രം. സന്തോഷമുള്ള ഹൃദയം പോലെ ഔഷധം വേറെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ നിങ്ങളെ മറച്ചുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴുകൻ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, തന്റെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കോഴി തന്റെ കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കും, സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് ഇങ്ങനെ പറയും. അപ്പോൾ ഹല്ലേലൂയ ഇങ്ങനെ പറയും, എന്തുവാ? അവൻ നിന്നെ വേട്ടക്കാരന്റെ, ആമേൻ, കെണിയിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടോ അതുപോലെ എന്റെ ദൈവം തമ്പുരാൻ നിന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുത്തിയിരിക്കുക. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഞാനും നിങ്ങളും ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ വന്നിരിക്കുകയാണ്. ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തോത്രം, ദൈവമേ നിനക്ക് ആരാധന, ദൈവമേ നിനക്ക് മഹത്വം പറഞ്ഞ് ദൈവത്തിന് ആരാധന അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പകയന്റെ കണികളിലും പകലിലും രാവിലും എനിക്കേശുവാ കോഴി കൂകിയപ്പോഴാണ് ആരുടെ മാനസാന്തരം ഉണ്ടായത്? മത്തായി സുവിശേഷം എടുത്ത് 26-24 വായിച്ച്. മത്തായി 26-24 പടപെടാന്ന് എടുത്തോളൂ, പടപെടാന്ന് വായിച്ചോളൂ.
സ്തോത്രം. ഒരു കോഴി 26-24 പ്രൈസലോ. പത്രോസ് യേശു തമ്പുരാനോട് പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങള് എങ്ങും പോകുന്ന ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ആ മനുഷ്യപുത്രൻ പോകുന്ന സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ആ കഷ്ടം. മത്തായി 26-24 26-24 പത്രോസ് ശ്ലീഹ അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് ഇതാര് പറഞ്ഞാണെന്നറിയോ? പത്രോസ് ശ്ലീഹ. പത്രോസ് ശ്ലീഹ പറഞ്ഞത്, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ടു പാരന്നെ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും എന്ന് പറഞ്ഞ ആളാ. നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങും നിന്നെ തള്ളിപ്പറയുന്നില്ലെന്ന് പറഞ്ഞ ആളാ. എന്നാൽ യേശു തമ്പുരാനെ ആമീൻ പടയാളികൾ പിടിച്ച് ആമീൻ സ്തോത്രം ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ആ സമയത്ത് തോമസ് കിഴക്കോട്ട് ഓടുന്നു, അന്ത്രയോസ് പടിഞ്ഞാറോട്ട് ഓടുന്നു. ആമീൻ ഹല്ലേലൂയ. യോഹന്നാൻ ഓടിപ്പോകുന്നു. ശക്തരായ ശിഷ്യന്മാരെല്ലാം ഭയന്ന് ഓടുന്നു. പത്രോസ് എവിടെ നിന്നിരിക്കുകയാണ്? ആമീൻ സ്തോത്രം തീ കായാൻ വേണ്ടി ഈ വേലക്കാരി അല്ലെ ഗലീലക്കാരിയുടെ അടുക്കൽ പോയി ഇരിക്കുകയാണ്. സ്തോത്രം സ്തോത്രം. ആമീൻ. ചിലർ തീ കായാൻ പോയിരിക്കും, ചിലർ തീ അവർക്ക് ഇങ്ങനെ ചെറിയ തീ കായാം. ഏതാ കൊച്ചു 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 വീട് പിടിക്കണം. സ്തോത്രം. ആ അപ്പൊ അവര് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുത്തരോട് സുവിശേഷം പറഞ്ഞപ്പോൾ മദ്യപാനം നിർത്തി, എന്നാൽ ഈ എന്തുവാ ഈ പുകവലി നിർത്തുന്നില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉദ്ദേശിച്ച് റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഈ കൊതുകിന്റെ ഭയങ്കര ശല്യം, ചെറിയ കൊച്ചുവീട് വലിച്ചെങ്കിലേ ഈ കൊതുക് ഓടിപ്പോകത്തുള്ളൂ. എന്തോ ഒരു ഇടപാടാണെന്ന് ചോദിക്കുന്നത്. കൊച്ചുവീട് വലിച്ചെങ്കിലേ എന്ത് പോകത്തുള്ളൂ? കൊതുക് പോകത്തുള്ളൂ. അങ്ങനെ മനുഷ്യനെ കളിപ്പിക്കുന്ന പാർട്ടികളുണ്ട്. അയാൾ വീടി വലിക്കാൻ വേണ്ടി എൻ്റെ അടുക്കലൊരു അട എടുത്തതാണ്. എന്തൊരു പാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് എവിടെ പോയിരിക്കുക? തീ കായാൻ പോയിരിക്കുക. പത്രോസിനോട് ചോദിച്ചാൽ കോച്ചുന്ന തണുപ്പ്, പല്ലും മുട്ടും തമ്മിൽ കൂട്ടിയെടുക്കുന്ന തണുപ്പ്, ഒരു പരിഹാരത്തിന് വേണ്ടി അവിടെ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്നാ സംഭവിച്ചത്? അവരിൽ ഒരാൾ ചോദിച്ചു, നീ നസ്രയനായ യേശുവിനെ പോലെയാണല്ലോ നിന്നെ കണ്ടിട്ട്. അവൻ പറഞ്ഞു, എന്നാ മനുഷ്യനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ആള് ചോദിച്ചു, ഇട്ടില്ല, പെട്ടെന്ന് വായിച്ചേ. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം. എടാ, നീ ആ കർത്താവിന്റെ കൂട്ടത്തിലുള്ള ആളാ സത്യം. നിന്റെ ഉച്ചാരണവും നിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് നീ യേശുവിന്റെ കൂടെയുള്ള ആളാണ്. കാരണം യേശുവിന്റെ കൂടെ നടന്നാൽ ആ യേശുവിന്റെ ഒരു സ്റ്റൈലുണ്ട്. ആ ഉച്ചാരണ ശൈലിയൊക്കെ ആർക്ക് കിട്ടി? പത്രോസിന് കിട്ടി. അതുകൊണ്ടാണ് നിന്റെ ഉച്ചാരണവും സംസാരവും കേട്ടിട്ട് യേശുവിന്റെ കൂടെയുള്ള ആളാണെന്ന് തോന്നുന്നു എന്ന് മനസ്സിലായി. ഉടനെ ഇവന് ഉച്ചാരണ ശൈലി മാറ്റുക. അടുത്തത് അപ്പോൾ അവൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് ആണയിടുവാനും തുടങ്ങി. അയ്യോ, ഈശോയെ തള്ളി പറയുകയാണ്. സ്തോത്രം. ഈ പ്രാഗും ആണയിടലും ഒക്കെ എവിടുന്ന് കിട്ടിയതാണ്? ഈശോയുടെ കൂടെ പറഞ്ഞാൽ കിട്ടുമോ? പഴയ മീൻ കച്ചവടത്തിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ പണ്ട് ആ മീൻ കച്ചവടത്തിലായി പ്രാഗും ആണയിടാനും ഒക്കെ നമ്മൾ ഒരു ദേഷ്യം വരുമ്പോൾ ഇടിയട്ടങ്ങനെ ഇടിയട്ടെ, തകരട്ടങ്ങനെ തകരട്ടെ, ഏതാ അങ്ങനല്ലേ ദേഷ്യം വരുമ്പോ? എങ്ങനെയാ അത് പറഞ്ഞേ? പണ്ടൊരാൾ കള്ള് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ കള്ള് കുടിച്ച് ഇങ്ങനെ ബോധം കെട്ട് ആളിങ്ങനെ കിടക്കുക. അപ്പോഴത്തേക്ക് ഇങ്ങനെ ബോധം കെട്ടി കിടക്കുക. അപ്പൊ ഇയാൾ കഴിച്ച ഇറച്ചിയും ഇറച്ചിയും മീനും കപ്പയും എല്ലാം ഛർദ്ദിച്ചങ്ങ് പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ ബോധം കെട്ട് കിടക്കുക. ഇതെല്ലാം വഴി കിടക്കുക, ഛർദ്ദിച്ച് ബോധം കെട്ട് കിടക്കുക. അപ്പോഴത്തേക്ക് ഒരു പട്ടി ആ വഴി വന്നു. പട്ടി വന്നപ്പോൾ വിശന്ന ഈ പട്ടി അതിലും വഴി വന്നത്. പട്ടി വന്നിട്ട് മനോഹരമായ ഈ ഇറച്ചിയും ഈ മീനും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഗ്രാൻഡായിട്ട് എന്ത് ചെയ്തു? തിന്നെല്ലാം കഴിഞ്ഞപ്പോൾ അതിന് തോന്നി ഇയാളുടെ വായലിന്റെ ചുറ്റുമെല്ലാം എന്തിരിപ്പുണ്ടായി?
ഇറച്ചിയും മീനും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പട്ടി എന്ത് ചെയ്തു? വായുടെ നക്കി. അപ്പൊ പട്ടിക്ക് തോന്നി ക്ലീൻ ആക്കി എടുക്കണം തോന്നി. പട്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചാല് ഒന്ന് മൂത്രം ഒഴിച്ചു. അപ്പൊ മൂത്രം ഒഴിച്ച് ക്ലീൻ ആക്കി ഇത് എടുക്കാമെന്ന് വിചാരിച്ച പുള്ളി ബോധം കെട്ടുപോയാ. പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ, ഇടിച്ചു കുത്തി പെയ്യട്ടെ, പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ, ഇടിച്ചു കുത്തി പെയ്യട്ടെ. പുള്ളി ഓർത്ത് മഴ പെയ്തോണ്ടിരിക്കുവാണെന്ന്. കാരണം പട്ടിപ്പുള്ളിയുടെ വായി മുള്ളുവാണെന്നുള്ള വിവരം പുള്ളി ആളിന് പിടി കിട്ടിയില്ല, കല്ലുപുള്ളിന് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് പുള്ളി ഓർത്തു ആമീൻ 1-ാം ക്ലാസ്സായിട്ടും ഈ ആമീൻ ഇടിച്ചു കുത്തി പെയ്യ് ഭയങ്കര മഴ പെയ്യുവാണെന്ന്. കാരണം ബോധം കെട്ടാ പിന്നെ എന്തോ ചെയ്യും. ഇതുപോലെ അരിശം തരുമ്പോഴത്തേക്ക് നെഞ്ചത്തിട്ട് ഇടിയ. എടാ നെഞ്ചത്ത് വേണോ ഇടിക്കാൻ? അന്ന് ചന്തിക്കിട്ട് 2 ഇടി കൊടുത്താൽ പോലെ. അത് ഈ നെഞ്ചത്തിലിട്ട് വന്ന് ഇടിക്കേണ്ട കാര്യമുണ്ടോ? നെഞ്ചത്തിലിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മനസ്സാന്തരപ്പെടണം. ത്യാഗാനും ആണയിടാനും തുടങ്ങി. എന്താണെന്നറിയാമോ? പ്രാക്ക് ചിലര് ദേഷ്യം വരുമ്പോൾ പിള്ളേരെയൊക്കെ കയറിയെന്ന് ശമിക്കും. കൊച്ചു പിള്ളേരെയൊക്കെ എന്ത് മക്കളെ കൊച്ചുമക്കളെയൊക്കെ ശമിക്കുന്നവരുണ്ട്. എന്ത് ചെയ്യും? ശമിക്കും. അങ്ങനെ ശമിക്കാൻ വേദോത്സവം അനുവദിക്കുന്നില്ല. സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും ശമിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമിക്കണമെന്ന് ഏറ്റുപറഞ്ഞു. സ്തോത്രം. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകിയാൽ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ എന്നാണ് പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നത്. സ്തോത്രം. പത്രോസിന്റെ കണ്ണുകളും അപ്പോഴത്തെ കോഴി കൂകി. ഉടനെ എന്ത് ചെയ്തു? അല്ല മിടുക്കനെ കോഴി ഒറ്റ കൂക്കങ്ങ് നടത്തി കിടക്കും. കോഴി കൂകും മുമ്പ് നീ എന്നെ എന്നാ പറഞ്ഞ വായിച്ചു. കോഴി കൂകും മുമ്പേ 3 വട്ടം എന്നെ തള്ളി പറയുമെന്ന് യേശു പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. കണ്ടോ? യേശുവിന്റെ കണ്ണുകളും പത്രോസിന്റെ കണ്ണുകളും ഒന്ന് ഉടക്കി. പത്രോസിനെ യേശു ഒരു നോട്ടം നോക്കി. അയ്യോ പത്രോസ്, യേശു പറഞ്ഞത് ഓർത്തു. കോഴി കൂകുന്നതിന് മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളി പറയുന്ന യേശു പറഞ്ഞ കാര്യം ആരോർത്തു? പത്രോസ് ഓർത്തു. എന്നാൽ പുറത്തുപോയി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അതിദുഃഖത്തോടെ കരയേണ്ട പകലായില്ലേ? നിങ്ങൾ എത്ര വട്ടം ദൈവം തമ്പുരാനെ തള്ളിപ്പറഞ്ഞു? എത്ര വട്ടം ഈശോയെ തള്ളിപ്പറഞ്ഞു? എത്ര വട്ടം പിറുപിറുത്തു? എത്ര വട്ടം അവിശ്വസിച്ചു? എത്ര വട്ടം ദൈവത്തെ ചോദ്യം ചെയ്തു? ദൈവം എന്നോട് ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തു? ദൈവം എന്നെ ഇങ്ങനെ ചവിട്ടി മെതിക്കത്തക്ക നിലയിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്റെ ദൈവം എന്നോട് എന്തുകൊണ്ടാ ഇത് ചെയ്തത് എന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം, എത്ര വട്ടം നിങ്ങൾ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ ദൈവത്തോട് പിറുപിറുത്തു. ഏറ്റുപറ. യേശുവേ എന്നോട് ക്ഷമിക്കണമേ, യേശുവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറഞ്ഞാട്ടെ. എല്ലാ തരങ്ങളും തുറന്നാട്ടെ. എല്ലാ മനസ്സിലും ഒന്നിരിക്കപ്പെട്ട യേശുവേ എന്ന് വിളിച്ചാട്ടെ. യേശുവേ. എല്ലാ അതിരങ്ങൾ കൊണ്ടും യേശുവേ എന്ന് വിളിച്ചാട്ടെ. നിങ്ങളുടെ വായൊന്നും തുറക്കത്തില്ലേ? യേശുവേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്റെ തെറ്റുകൾ ക്ഷമിക്കണമേ, എന്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ, എന്റെ കുറവുകൾ ക്ഷമിക്കണമേ, എന്റെ ബലഹീനതകൾ ക്ഷമിക്കണമേ. കർത്താവേ, മറ്റുള്ളവരെ
ആമേ കുരുവിൽ തനിക്കൊരു വീടും വെള്ളം താണു. നോഹ ഒരു മലങ്കാക്കയെ എവിടോട്ട് വിട്ടു? വെള്ളം താന്നെന്ന് അറിയാൻ വിട്ടു. പക്ഷെ എന്താ സംഭവിച്ചത്? മലങ്കാക്ക തിരിച്ചു വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ വേറൊന്നിനെ വിട്ടു. എന്തിനാ? ഒരു പ്രാവിനെ വിട്ടു. പ്രാവിനെ വിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? അത് ഒരു പച്ച ഒലിവിലയുമായി അത് പെട്ടകത്തിലേക്ക് തിരിച്ചു. ഇതിനകത്തൊരു ദൂതുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ കുഞ്ഞേ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഒരു പ്രാവ് പച്ച ഇലയുമായി പച്ച ഒലിവിലയുമായി പെട്ടകത്തിലേക്ക് മടങ്ങി വന്നതുപോലെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവം തന്നെ മാലാഹായെ അടുക്കിലേക്ക് അയക്കാൻ പോവുകയാണ്. ദീർഘനാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ദീർഘനാളായി കരയുന്ന ഒരു വിഷയമുണ്ട്. ദീർഘനാളായി നിലവിളിക്കുന്ന ഒരു വിഷയമുണ്ട്. പൊട്ടിക്കരയുന്ന ഒരു വിഷയമുണ്ട്. അതിന് പരിഹാരമായി ആമീൻ ദൈവം തന്നെ മാലാഹായ അടുക്കിലേക്ക് വിടാൻ പോകുക. പച്ച ഒലിവിലയുമായി പ്രാവ് പെട്ടകത്തിലേക്ക് മടങ്ങി വന്നതുപോലെ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ പച്ച ഒലിവിലയുമായി ആമീൻ പ്രാവ് ആമീൻ അടുത്തേക്ക് ആമീൻ പറന്ന് 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 വരാൻ പോകുകയാണ്. സ്വത്രം സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ഈ ദിവസങ്ങളിൽ ശൂന്യസ്ഥലത്തെ ഭൂമായെ പോലെ മരുഭൂമിയിലെ വേഴാമ്പലിനെ പോലെ വീട്ടിൻമുകളിൽ തനിച്ചിരുന്ന് കരയുന്ന കുരുകിലിനെ പോലെ നീ ആയിരിക്കുന്ന ചില അനുഭവങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽ നീ മറന്നു പോകരുത്. ആമേൻ. ശൂന്യസ്ഥലത്തെ ഭൂമായുടെ അനുഭവം ആമേൻ. ഒരു തുള്ളി വെള്ളത്തിനായി മരുഭൂമിയിലെ വേഴാമ്പൽ അല്ലെ വെള്ളത്തിനായി കാക്ഷിക്കുന്നത് പോലെ ആമേൻ ദൈവത്തിന് കഴിയുന്ന വിഷയങ്ങൾ അല്ലേ മരുഭൂമിയിലെ വേഴാമ്പലിനെ പോലെ വീട്ടിൽ തനിച്ചിരുന്ന് കരയുന്ന കുരുകിലെ പോലെ ആമേൻ കരയുന്ന പ്രാവേ ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. കുറുകി കുറുകി കരയുന്ന എന്റെ പ്രാവേ, നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. മറുപടി നിന്റെ അടുത്തേക്ക് പ്രാവ് പച്ച പൊലിവിലയുമായി പെട്ടകത്തിലേക്ക് മടങ്ങി വന്നതുപോലെ ഒരു വിടുതലിന്റെ കാഹളം നിന്റെ ജീവിത യാത്രയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹോവേ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുക. 40 യെശയ്യാവ് 40:28. ഹോവേ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുക. ഈ ദിവസങ്ങളിൽ കാത്തിരുന്നു. ആമേൻ. പുതിയ ശക്തി നിനക്ക് തരാൻ പോകുക. യെശയ്യാവ് 40:28 മുതൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. അവർ ശക്തിയെ പുതുക്കുക. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് 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 മുകളിലേക്ക് 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 ഉയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളരാതെ യാത്ര ചെയ്യും. വായിച്ചേ 40:28. നിനക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളർന്നു പോകുന്നില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അവൻ ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവൻ തരുന്നു. അവിടെ നിർത്തി വായിക്കേ. അവന് ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുന്നു. ക്ഷീണിച്ചിരിക്കുന്ന ചിലർക്ക് ദൈവം ശക്തി നൽകാൻ പോവുകയാണ്. ക്ഷീണിച്ചിരിക്കുന്ന ചിലരുടെ മേൽ യേശുവിന് ശക്തി അയക്കാൻ പോവുകയാണ്. ഒരു പുതിയ ശക്തി നിന്റെ മേൽ വന്ന്
ദൈവത്തിന്റെ ശക്തി നിന്റെ ശരീരാത്മ ദൈവങ്ങളിലേക്ക് പാഞ്ഞിറങ്ങാൻ പോവുകയാണ്. ക്ഷീണിച്ചിരിക്കുന്നത് ശക്തി നൽകുന്നു. ബലം നിർത്തി. എവിടെ നിന്നാ വായിക്കുന്നത്? തെറ്റി വായിക്കുന്നത്. ക്ഷീണിച്ചിരിക്കുന്ന ശക്തി എടുത്ത് പിന്നെ വേറെ താഴോട്ട് വായിക്കും. അവൻ ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു. ബലമില്ലാത്തവൻ എന്ത് കിട്ടുന്നു? ബലം വർദ്ധിപ്പിക്കുന്നു. ആരെങ്കിലും ബലഹീനരായിട്ടുണ്ടോ? തളർന്നവരായിട്ടുണ്ടോ? അവർക്ക് ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു? ബലം വർദ്ധിപ്പിക്കാൻ പോകുന്നു. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ദൈവം ഗിദെയോനെ നോക്കിയിട്ട് പറയുകയാണ്, ഗിദെയോനെ നീ ബലത്തോടെ പോവുക. സ്തോത്രം. ഗിദെയോനെ പരാക്രമശാലിയാക്കി മാറ്റി. ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാന്റെ ശക്തികളെ തോൽപ്പിക്കാൻ ദൈവം തന്റെ പുത്രൻ അധികാരവും അവകാശവും ദൈവം ഗിദെയോന്റെ മേൽ പകർന്നു. ദൈവം നിനക്ക് പുതിയ പുതിയ ശക്തിയും പുതിയ പുതിയ ബലവും തരുമ്പോൾ നീ കുമ്പിരണ്ട് എന്ന് പറഞ്ഞ ശത്രു പാളയങ്ങളെ കീഴടക്കാനുള്ള അധികാരത്തിന്റെ അനുഭവം ദൈവത്തിലേക്ക് തരും. ബലമില്ലാത്തവരാണ് എന്ത് കൊടുക്കുന്നു? ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാർ വീഴും. എങ്കിലും എന്താ സംഭവിക്കുന്നത്? യഹോവയെ കാത്തിരിക്കുന്നവർ ബാല്യക്കാർ ക്ഷീണിക്കും, യൗവനക്കാരും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ, കർത്താവിനെ കാത്തിരിക്കുന്നവർ പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ എങ്ങനെ? കഴുകന്മാരെ പോലെ ചിറകടിച്ച് മുകളിലേക്ക് ഉയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളരാതെ യാത്ര ചെയ്യും. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴുകൻ എങ്ങനാ അനന്തവിഹായസിലേക്ക് പറക്കുന്നറിയാവോ? അതിനെതിരെ അടിക്കുന്ന എതിർക്കാറ്റാണ് അതിനെ അനന്തവിഹായസിലേക്ക് പറന്നുയരാൻ സഹായിക്കുന്നത്. അതിനെതിരെ അടിക്കുന്ന എതിർക്കാറ്റുകൾ അതിനെ അനന്ത വിഹായസിലേക്ക് അതിങ്ങനെ ചിറകൊന്ന് ചായച്ചു കൊടുക്കും. ആ കാറ്റാണ് അതിനെ അനന്ത വിഹായസിലേക്ക് പറന്നുയരാൻ സഹായിക്കുന്നത്. നിങ്ങൾക്ക് നേരെ എതിരായി അടിക്കുന്ന എതിർക്കാറ്റുകൾ നിങ്ങളെ താഴോട്ട് കൊണ്ടിടത്തില്ല, നിങ്ങളുടെ ചിറക് അരിയത്തില്ല. നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൈവത്തിന്റെ വഴികളാണെന്ന് ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവൻ കൂടുകളൊക്കെ പറക്ക പഠിപ്പിക്കുന്ന ദൈവമാണ്. കൂടുകളെ ആവർത്തനം 32:11 സമയത്ത് വരുന്നത്. ആവർത്തനം 32:11. കൂടുകളെ പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. വായിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. എന്താണെന്നറിയാമോ? കഴുകൻ മനോഹരമായ കൂട് കിട്ടും. എന്തിനാ? കുഞ്ഞുങ്ങളെ താമസിപ്പിക്കാൻ വേണ്ടി. എന്ത് പാടുപെട്ടാണെന്നറിയോ? നമ്മുടെ കള്ളപ്പിന്റെ മെത്തേക്കാൾ നല്ല അടിപൊളി കൂടാ കഴുകന്റെ കൂടെ. സ്തോത്രം. ഇവിടെ നിർത്തി വായിക്കണം ഞാൻ പറയുമ്പോഴേ. സ്തോത്രം. ഈ വലിയ ദേശാടന പക്ഷികളൊക്കെ ഉണ്ട്. ദേശാടന പക്ഷികളെ ഉണ്ട്. ഒരു രാജ്യത്ത് നിന്ന് മറ്റേ കടലുകൾ താണ്ടി ഇങ്ങോട്ട് വരുന്ന പക്ഷികളൊക്കെ ഉണ്ട്. സ്തോത്രം. അതിങ്ങനെ കൂട്ടമായിട്ടാണ് പറന്നു വരുന്നത്. അതിന് ഒറ്റ ലീഡർ കാണും. എത്ര ലീഡർ? ഒരു ലീഡർ. കുറച്ച് ഏറെ സ്ഥലം കഴിയുമ്പോഴത്തേക്ക് ആ ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്യും. അടുത്ത ലീഡർ സംസാരം. അങ്ങനെ അവർ മാറി ഇങ്ങനെ ലീഡർഷിപ്പ് ഇങ്ങനെ യാത്ര ചെയ്താണ് പോകുന്നത്. നമ്മുടെ ഇടയിലെ പോലുള്ള മത്സരങ്ങളൊന്നും അവരുടെ ഇടയിൽ ഇല്ല.
സംഭവിച്ചാൽ ബാക്കിയുള്ള പക്ഷികളൊക്കെ രക്ഷപ്പെടും. മുമ്പേ പോകുന്ന പക്ഷികൾ ചിലപ്പോൾ അപകടവും യാത്രയ്ക്കിടെ ഉണ്ടാകാം. അതാണ് പക്ഷികളുടെ ഒരു ശാസ്ത്രം. അപ്പൊ പക്ഷികൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. നമുക്ക് കേട്ടിട്ടുണ്ട് ഒരു കാക്ക ഒരു കാക്ക എവിടെയെങ്കിലും ഒരു കാക്ക കുഞ്ഞ് എവിടെയും വീണ് കഴിഞ്ഞാൽ കാക്ക മുഴുവൻ എന്ത് ചെയ്യും? ഒരു ശബ്ദം ഉണ്ടാക്കി കഴിയുമ്പോൾ മുഴുവൻ ഓടിക്കൂടി രക്ഷിക്കാൻ വേണ്ടി ഒന്നിച്ചു. മനുഷ്യന് ഇത്ര സ്നേഹമുണ്ടോ? സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പക്ഷികളോട് ചോദിക്കാതെ നിനക്ക് കഥ പറഞ്ഞു തരുമെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ദാവീദും ഗോലിയാത്തും തമ്മിൽ യുദ്ധം, ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഇവർ തമ്മിൽ സംഭാഷിക്കുമ്പോൾ ഗോലിയാത്ത് പറയാണ്, നിന്നെ കൊന്നിട്ട് ഞാൻ നിന്റെ ശരീരം എന്ത് ചെയ്യാം? പക്ഷികൾ കൊടുക്കുന്നത് പറയുമ്പോൾ പക്ഷികളെല്ലാം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണെന്നത് എന്താണെന്നറിയാമോ? ദൈവമേ, ഈ കൊച്ചു ദാവീദിന്റെ ശരീരം കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കൊത്തിപ്പറിക്കാനൊക്കത്തില്ല. ഈ ഗോലിയാത്തിന്റെ ശരീരം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. പക്ഷികൾ പ്രാർത്ഥിച്ചു എന്നാണ് പല വേദപണ്ഡിതന്മാരും അവരുടെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്ത് നാം കിടന്നുറങ്ങരുത്. വെളുപ്പാങ്കാലത്തെ കോഴി എന്ത് ചെയ്യും? കൂകും. അത് പ്രാർത്ഥിക്കാൻ എഴുന്നേക്കുക. ജീവജാലങ്ങളെല്ലാം വെളുപ്പിനെ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും. നമ്മൾ തലേ കുത്തി കിടന്ന് ഉറക്കുക. സ്തോത്രം. അപ്പൊ നമ്മളെക്കാൾ മനോഹരമായി ജീവിക്കുന്നത് ഈ പക്ഷികളാണ്. അത് നല്ല ഒന്നാന്തരം കൂടാ തന്റെ മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്തുവാ? കൂടുണ്ടാക്കിയിട്ട് ഇച്ചിരി കഴിയുമ്പോൾ ഇതിനെ പറക്ക പഠിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? കൂടങ്ങ് എന്ത് ചെയ്യും? പൊളിക്കുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഈ കൂർത്ത കമ്പുകളും ഇതിനകത്ത് മുള്ളുകളും ഒക്കെ ഈ കൊച്ചു കഴുകൻ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് മുട്ടപ്പെടുത്തേക്ക് അതിന് ഭയങ്കര വേദന സഹിക്കാനൊക്കത്തില്ല. അത് കിടന്നുകൊണ്ടൊക്കെ വിഷമിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ അമ്മ എന്നോട് ഇത്രയും വലിയ കഠിനമായ കാര്യമാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞ് അതിങ്ങനെ കിടന്ന് വിഷമിക്കും. ഇച്ചിരി കഴിയുമ്പോൾ തള്ളക്കഴുക് വന്നിട്ട് ആ കൂട് മുഴുവൻ അങ്ങ് പൊളിച്ച് കളയും. അയ്യോ, എല്ലാം നഷ്ടപ്പെട്ട ഒരനുഭവം. എന്നിട്ട് കഴുകൻ കുഞ്ഞുങ്ങളെ കൊണ്ട് അനന്തരികായ തള്ളക്കഴുകൻ പറക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഒറ്റ ഇടിയിൽ അങ്ങോട്ട് താഴെ കളയും. അപ്പോൾ ഈ കഴുകൻ കുഞ്ഞുങ്ങള് ഇങ്ങനെ കൈയും കാലും വിട്ട് അടിക്കുക. എന്റെ ദൈവമേ, ഞാൻ നശിച്ചു പോയോ, തകർന്നു പോയോ, കല്ലിയെല്ലാം നഷ്ടപ്പെട്ടു പോയോ എന്ന് പറഞ്ഞ് അത് കിടന്ന് ഭയങ്കര സങ്കടമാ, നിലവിളിയാ. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഇങ്ങനല്ലേ? ദൈവം നമ്മളെ പരിശീലിപ്പിക്കുക. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്ന പോലെ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുകയാണെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കഴുകൻ താഴെ വീഴുമെന്ന് കാണുമ്പോൾ, പാറക്കെട്ടിലേക്ക് വീഴുമെന്ന് കാണുമ്പോൾ, തള്ളക്കഴുകൻ വന്നിട്ട് തന്റെ ബലിഷ്ഠമായ ചിറകുകൾ കൊണ്ട് കോരി എടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? വീണ്ടും അനന്ത വികായത്തിലേക്ക് കൊണ്ടുപോകും. വീണ്ടും കൈവിടുമ്പോൾ അയ്യോ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിലേക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ കരഞ്ഞതുപോലെ നിലവിളിക്കും. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, പക്ഷെ ദൈവം നിങ്ങളെ കൈവിട്ടെന്ന് തോന്നുന്ന പോലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകും. എന്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചോ എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. ഇല്ല, നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. നിന്നെ തന്റെ മാറോട് ചേർത്തണച്ചുകൊണ്ടിരിക്കുക, നിന്നെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ കൂടനക്കി പറക്ക പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിനെ പറക്ക പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറ. ഇവിടെ വാക്യം മുഴുവൻ വായിച്ചിട്ട് കേട്ടോണ്ടല്ലേ? അവനെ എടുത്തു, തന്റെ ചെറുകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. യഹോവ അവനെ എങ്ങനെ നടത്തി? തനിയെ. അതിന് മുമ്പത്തെ വാക്യം എന്തായിരുന്നു? താൻ ചിറക് വിരിച്ചു. അവനെ എടുത്തു തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. മനസ്സിലായോ? താഴോട്ട് യഹോവ തനിയെ അവനെ നടത്തി. ദൈവം നമ്മളെ തനിയെ നടത്താൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ദൈവമാണ്.
പോരിന് നമ്മുടെ വിരലുകളെയും യുദ്ധത്തിൽ നമ്മുടെ കരങ്ങളെയും അഭ്യസിപ്പിക്കുന്ന ദൈവം. ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളെ ഒന്ന് സമ്പൂർണമായും സമർപ്പിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല. ആമീൻ. സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ ഹല്ലേലൂയ. പഴയ നിയമ വിശുദ്ധന്മാർ യാഗപീഠത്തിനടുത്തേക്ക് ഓടി വന്ന് രക്ഷ പ്രാപിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ, ആമീൻ, ഞാനും നിങ്ങളും മരിക്കേണ്ടതിന് പകരം ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളിൽ പച്ച മരക്കുരിശിന്മേൽ ക്രൂശിതനായ യേശുവിന്റെ അരികിലേക്ക് ഓടി അടുത്ത് വരുമോ? നിങ്ങൾ രക്ഷിപ്പാൻ യേശു മതിയായവൻ, നിങ്ങളെ വിടിവിപ്പാൻ യേശു മതിയായവൻ. ഹല്ലേലൂയ. ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് അടുത്തിയല്ല. ഹല്ലേലൂയ. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നൊരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ദൗത്യങ്ങളുടെ ശബ്ദം. ആമീൻ. യോഹന്നാനോട് പറയുകയാണ്, ഇതാ ആമീൻ ഹല്ലെ നിന്റെ അമ്മ. മറിയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. ഹല്ലേലൂയ. മറിയോട് പറയുകയാണ്, ഇതാ നിന്റെ മകൻ. ഹല്ലേലൂയ. വലിയ ദൗത്യമാണ് ക്രൂശിന്റെ ചുവട്ടിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ ക്രൂശിന്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. ഈശോയെ, ആ എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ. ഈശോയെ, ഞാൻ എന്നെ തന്നെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശുവേ, എന്റെ ഉള്ളത്തിൽ വരണമേ. യേശുവേ, എന്റെ ജീവിതത്തിൽ വരണമേ. എന്റെ ജീവിതം ആകെ മാറ്റിമറിക്കണമേ. അങ്ങയുടെ ഇഷ്ടത്തിനായി ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ജീവിതം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഏലിയാവിനെ പോറ്റിയ ദൈവം, കാക്കയെ കൊണ്ട് ഭക്ഷണം നൽകി പോറ്റിയ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവം നമ്മെ നടത്താൻ പ്രാപ്തനാണ്. ഒരു സാധ്യത ഇല്ലാത്തിടത്തും ഒരിക്കലും ആമീൻ അസാധ്യമായി തോന്നുന്നിടത്തും നിങ്ങൾക്ക് വേണ്ടി വഴി വാതിലുകളെ തുറന്ന് അത്ഭുതം ചെയ്യാൻ യേശു മതിയായവനാ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ